ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും നാനാവിഭൂഷപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രിത്രിംശത്തമോധ്യായഃ. ഈ അധ്യായത്തിൽ രാസക്രീഡയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാൻ യമുന പുളിനത്തിൽ വെച്ച് ഗോപികമാരുമായി രാസക്രീഡ ആരംഭിച്ചു. എത്ര ഗോപികമാരാണ് പങ്കെടുത്തത്? 110 കോടി ഗോപികമാർ ഈ രാസക്രീഡയിൽ പങ്കെടുത്തു. 2 ഗോപികമാർക്കിടയിൽ ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ അവർ വട്ടത്തിൽ നിന്ന് ഗാനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷെ ഓരോ ഗോപികയ്ക്കും തൻ്റെ അടുത്ത് കൃഷ്ണനുണ്ട് എന്ന പ്രതീതി ഭഗവാൻ ഉളവാക്കി. തൻ്റെ അടുത്ത് നിൽക്കുന്ന കൃഷ്ണനെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കുന്ന കൃഷ്ണനെ അവർക്ക് കാണാൻ പറ്റുകയില്ല. അനന്തശക്തിയുള്ള ഭഗവാൻ തൻ്റെ യോഗവൈഭവത്താൽ എല്ലാവർക്കും ആ രീതിയിലുള്ള പ്രതീതി ഉളവാക്കി. രാസക്രീഡ ആരംഭിച്ചപ്പോൾ ദേവന്മാർ അവരുടെ ഭാര്യമാരുമോട് ഒത്ത് വിമാനങ്ങളിൽ ആകാശത്തിൽ വന്നു നിറഞ്ഞു. അവർ ദുന്ദുബി തുടങ്ങിയ വാദ്യഘോഷങ്ങൾ മുഴക്കി, പുഷ്പവൃഷ്ടി നടത്തി. പിന്നെ അവർ പാട്ടുപാടി. അപ്പം അവരുടെ ആ വാദ്യഘോഷങ്ങളുടെ ശബ്ദം, പിന്നെ ഗോപികമാർ നൃത്തം ചെയ്യുമ്പോൾ അവരുടെ ആഭരണങ്ങൾ കിലുങ്ങുന്ന ശബ്ദം, ഭഗവാന്റെ ആഭരണങ്ങളുടെ ശബ്ദം, ഇതെല്ലാം കൊണ്ട് രാസമണ്ഡലം മുഖരിതമായി. അങ്ങനെ രാസക്രീഡ ആരംഭിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. പിന്നെ പാടുന്നത്, ഒരു ഗോപസ്ത്രീ കൃഷ്ണനേക്കാൾ ഉച്ചത്തിൽ പാടാൻ നോക്കും. അപ്പോൾ വേറൊരു സ്ത്രീ അതിനേക്കാൾ ഉച്ചത്തിൽ പാടാൻ നോക്കും. അപ്പോൾ ഇവരൊക്കെ ശ്രുതി ദേവതകളാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് രാഗങ്ങളെല്ലാം അറിയാം. 16,000 രാഗത്തിൽ പാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൃഷ്ണനോട് രമിക്കുകയാണ്, ക്രീഡിക്കുകയാണ്. നമുക്ക് ആ ഭാഗം നോക്കാം. ശ്ലോകം 1. ശ്രീശുകൗവാചാം ഇത്തം ഭഗവതോ ഗോപ്യാ ശുദ്ധോ വാചസുപേശലാഹ ജഹുർവിരഹജം താപം തദംഗോപചിതാശിഷഃ തത് അംഗോ ഉപചിതാശിഷഃ. ഇത്തം ഭഗവതഃ ഗോപ്യഃ ശുദ്ധ്വാ വാചഃ സുപേശലാഹ ജഹുഃ വിരഹജം താപം തദംഗഃ ഉപചിത ആശിഷഃ. ഇത്തം ഇപ്രകാരം ഭഗവതഃ ഭഗവാന്റെ സുപേശല അതിമനോഹരമായ വാചക വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട്, അതായത് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് ഭഗവാൻ മറഞ്ഞപ്പോൾ ഗോപികമാർ ദുഃഖിച്ചു. അപ്പോൾ ഭഗവാൻ വന്ന് അവരുടെ ദുഃഖമില്ലാതാക്കാൻ മധുരമായ വാക്കുകൾ പറഞ്ഞു എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം അതിമനോഹരമായ വാക്കുകളെ കേട്ടിട്ട് തദംഗ ഉപചിതാശിഷ, അവൻ്റെ അവയവത്താൽ പോഷിക്കപ്പെട്ട മനോരഥങ്ങളോട് കൂടിയതാണ്. അതായത് ഭഗവാനെ കണ്ടത് എല്ലാവർക്കും സന്തോഷമായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ് അല്ലേ. എല്ലാ പേരും കണ്ണും വയ്ക്കാതെ ഭഗവാന്റെ ആ സൗന്ദര്യത്തെ തന്നെ, ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവർ ഓരോരുത്തരും ചെയ്തത്, ഒരാൾ ഭഗവാന്റെ കൈ പിടിക്കും, ഒരാൾ ചുണ്ടിൽ ചേർത്ത് ആ താമ്പൂലം പിടിച്ചു വാങ്ങിക്കും. ഇങ്ങനെ പല രീതിയിൽ അവർ ഭഗവാനോട് അടുത്തു. അപ്പം അങ്ങനെ എന്നപ്പോഴാണ് ഭഗവാനോട് അവർ സംശയങ്ങളൊക്കെ ചോദിച്ചതല്ലേ. ഞങ്ങൾ അങ്ങേ ഉപാസിച്ചിട്ടും അങ്ങ് തിരിച്ചുപാസിച്ചില്ല, എന്താണെന്നൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതാണ് ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അതിമനോഹരമായ വാചക വാക്കുകളെ ശുദ്ധ കേട്ടിട്ട്
തദംഗോ ഉപജിതാശിഷ അവൻ്റെ അവയവങ്ങളാൽ പോഷിക്കപ്പെട്ട മനോരഥങ്ങളോടുകൂടിയ ഗോപ്യഹ ഗോപികൾ വിരഹജം വിരഹത്തിൽ നിന്നും ജനിച്ചതായ, അപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി, കാമതാപമുണ്ടായി. ആ താപത്തെ ജഹു ഉപേക്ഷിച്ചു. കൃഷ്ണനെ കണ്ടതും കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടതും അവർക്ക് ഇതുവരെ ദുഃഖിച്ച ആ ദുഃഖങ്ങളെല്ലാം പൂർണ്ണമായി ഇല്ലാതായി. ഇതം ഭഗവതോ ഗോപ്യ ശുദ്ധോപാചസുപേശലാഹ ജഹുർവിരഹജം താപം തദംഗോപജിതാശിഷഃ. ശ്ലോകം 2. തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാമനുവൃതൈഃ സ്ത്രീരത്നൈരന്വിതാ പ്രീതൈർ അന്യോന്യാബദ്ധ ബാഹുഭിഃ. തത്ര ആരഭത ഗോവിന്ദഃ രാസക്രീഡാം അനുവൃതൈഃ സ്ത്രീരത്നൈഃ അന്വിതഃ പ്രീതൈഃ അന്യോന്യ ആബദ്ധ ബാഹുഭിഃ. പ്രീതൈഃ പ്രേമത്താൽ വിവശകളായും, അനുവൃതൈഹി സ്വാധീനകളായും, അന്യോന്യ ആബദ്ധ ബാഹുബി അന്യോന്യം ആബന്ധിക്കപ്പെട്ട കൈകളോട്, അതായത് ഭഗവാന്റെ ഓരോരുത്തരെ കയ്യെ പിടിച്ച് ചുമല് വയ്ക്കും, മാറത്ത് വയ്ക്കും, ഇങ്ങനെ. അപ്പം അന്യോന്യം ബന്ധിക്കപ്പെട്ട കൈകളോട് കൂടിയും ഇരിക്കുന്ന സ്ത്രീരത്നൈ, ആ സ്ത്രീരത്നങ്ങളോട് അന്യതക ചേർന്നിരിക്കുന്ന ഗോവിന്ദവ കൃഷ്ണൻ തത്ര അവിടെ രാസക്രീഡയെ ആരംഭിച്ചു. ഭഗവാൻ ആ യമുനാ പുളിനത്തിൽ വെച്ച് രാസക്രീഡ ആരംഭിക്കുകയാണ്. ഇപ്പം രാസക്രീഡ എന്ന് പറഞ്ഞാൽ വാദ്യങ്ങളോടും പാട്ടുകളോടും നൃത്തത്തോടും കൂടി ചെയ്യുന്ന കളി, അതാണ് രാസക്രീഡ. രാസം എന്ന് വെച്ചാൽ രസം, എല്ലാ പേരെയും രസിപ്പിക്കുന്ന കളി, നൃത്തത്തോടും ഗീതത്തോടും വാദ്യത്തോടും ചെയ്യുന്ന കളിയാണ് രാസക്രീഡ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഗോപികകളുടെ സംഘത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഭഗവാൻ ആ യമുന പുളിനത്തിൽ വെച്ച് രാസക്രീഡ ആരംഭിച്ചു. അപ്പം അനേകം നർത്തകിമാർ അന്യോന്യം കൈകോർത്ത് പിടിച്ച് വട്ടത്തിൽ നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്നും നടന്നുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വാദ്യഘോഷത്തോടുകൂടി നൃത്തം ചെയ്ത് പാട്ട് പാടുന്നതാണ് രാസക്രീഡ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വട്ടത്തിലാണ് നിന്നത്. എത്ര പേരുണ്ടായിരുന്നു? 110 കോടി ഗോപിക, 110 കോടി ഗോപികമാരാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണൻ ഒരാളേ ഉള്ളൂ. പക്ഷേ കൃഷ്ണന് ബഹുരൂപം എടുക്കാൻ കഴിയും. കൃഷ്ണന് എത്ര രൂപം വേണമെങ്കിലും എടുക്കാൻ കഴിയും. ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണൻ തൻ്റെ അടുത്തുണ്ട് എന്നുള്ള പ്രതീതി ഉളവാക്കി ഭഗവാൻ. തത്രാരപതേ ഗോവിന്ദോ രാസക്രീഡാം അനുവൃതൈഃ സ്ത്രീരത്നൈരന്വിത പ്രീതൈർ അന്യോന്യാബദ്ധ ബാഹുഭിഃ. ശ്ലോകം 3. രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിത യോഗേശ്വരേണ കൃഷ്ണേന താസാ മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ. രാസോ ഉത്സവഃ സംപ്രവൃത്തഃ ഗോപീമണ്ഡല മണ്ഡിതഃ യോഗേശ്വരഃ കൃഷ്ണേന താസാം മധ്യേ ദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രീയഃ. യാതൊരുത്തനെ സ്ത്രീകൾ സ്വനികടം തങ്ങളുടെ സമീപസ്ഥൻ. അപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്ന എന്താണ്? എൻ്റെ അടുത്ത് കൃഷ്ണനുണ്ടെന്ന് വിചാരിക്കുകയാണ്. മന്യേ വിചാരിക്കുന്നുവോ? ദ്വയോഹോ ഈ രണ്ടുപേരുടെ മധ്യത്തിൽ പ്രവേശിക്കപ്പെട്ട യോഗേശ്വരനായ കൃഷ്ണൻ. അപ്പോൾ 2 ഗോപികളുടെ ഇടയിൽ ഒരു കൃഷ്ണൻ പ്രവേശിക്കും. അപ്പോൾ രണ്ടുപേർക്കും ആ കൃഷ്ണനോട് ക്രീഡിക്കാൻ പറ്റും. പക്ഷെ ഒരു സ്ത്രീ ഒരു കൃഷ്ണനോട് മാത്രം ക്രീഡിക്കുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. മറ്റേ സ്ത്രീയോ കാണുന്നില്ല. അവരെ ഇതിൽ മുഴുകിയിരിക്കുമ്പോൾ കൃഷ്ണനോട് ക്രീഡിക്കുന്ന കാണും. വേറൊരു സ്ത്രീ അടുത്ത് നിൽക്കുന്നതായിട്ടൊന്നും അവർ കാണുന്നതേയില്ല. യോഗേശ്വരനായ കൃഷ്ണനാൽ കണ്ടേ കഴുത്തിൽ ഗ്രഹിക്കപ്പെട്ട താസാം
അവരുടെ മധ്യത്തിൽ എല്ലാവരും കൃഷ്ണൻ്റെ കഴുത്തിലൊക്കെ പിടിച്ചു. ഗോപി മണ്ഡല മണ്ഡിത, ഗോപികളുടെ ആ കൂട്ടത്താൽ അലങ്കരിക്കപ്പെട്ട രാസോത്സവം സംപ്രവൃത്ത ആരംഭിച്ചു. അങ്ങനെ ഗോപികമാർ രാസോത്സവം കൃഷ്ണനുമായിട്ട് രാസക്രീഡ ആരംഭിക്കുന്നു. രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡല മണ്ഡിത യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോः പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികിടം സ്ത്രിയഃ. ശ്ലോകം 4. യം മന്യേരൻ നഭസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യ അപഹൃതാത്മനാം. യം മന്യേരൻ നഭഃ താവത് വിമാന ശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യ അപഹൃത ആത്മന. താവത് അപ്പോൾ നഭക ആകാശം ഔത്സുക്യാപഹൃതാത്മന ഔത്സുക്യത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോട് കൂടിയവരും എന്നുവെച്ചാൽ ഇത് കാണാൻ ഭഗവാന്റെ രാസക്രീഡയാണ്. ഇത് കാണാൻ സ്വർഗവാസികളും ആകാശസഞ്ചാരികളും എല്ലാം ആകാശത്തിൽ നിരന്നു. സദാ അത് അപഹരിക്കപ്പെട്ട അവരുടെ മനസ്സെല്ലാം കൃഷ്ണനിൽ തന്നെ. സദാരാണം അതാണ് സദാരാണം. ധാര എന്ന് വെച്ചാൽ ഭാര്യ. സദാരാണം എന്നുള്ളതാണ്. ഭാര്യാസഹിതന്മാരായ ദിവൗസ ദേവന്മാരുടെ വിമാനശതസങ്കുലം, അനേക വിമാനങ്ങൾ. അപ്പോൾ വിമാനങ്ങൾ ഭാര്യമാരൊന്നിച്ച് അവിടെ ആകാശത്തിൽ വന്നു നിറഞ്ഞു. യം മന്യേരൻ നഭസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം. ശ്ലോകം 5. തതോ ദുന്ദുഭയോ നേതോർ നിഭേദോ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപദയാ സസ്ത്രീകാ തദശോമലം. തതഃ ദുന്ദുഭയഃ നേതുഃ നിഭേദുഃ പുഷ്പവൃഷ്ടയഃ ജഗുഃ ഗന്ധർവപദയഃ സസ്ത്രീകാഃ തത് യശഃ അമലം. തതഃ അനന്തരം ആകാശത്ത് ദേവന്മാരെല്ലാം വന്ന് നിറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ദുന്ദുഭികൾ നേതുഹു ശബ്ദിച്ചു. വാദ്യഘോഷങ്ങൾ, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ ശബ്ദിച്ചു. പുഷ്പവൃഷ്ടി നിപേതു, പുഷ്പവൃഷ്ടി നടത്തി, പുഷ്പങ്ങൾ താഴെ പതിച്ചു. സസ്ത്രീകാഹ സ്ത്രീകളോട് ഒരുമിച്ച് വന്ന ഗന്ധർവപദയഃ ഗന്ധർവശ്രേഷ്ഠന്മാർ അമലം നിർമ്മലമായ തദ്ദേശഃ അവൻ്റെ കീർത്തിയെ ജഗുഹു പാടി. അപ്പോൾ ഗന്ധർവന്മാർ പാട്ടുപാടി, ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, ദുന്ദുഭികൾ ശബ്ദിപ്പിച്ചു. രാസലീല ആരംഭിച്ചപ്പോൾ അവിടെ ദേവന്മാരുടെ വാദ്യഘോഷങ്ങൾ, പുഷ്പവൃഷ്ടി, പിന്നെ ഗന്ധർവന്മാർ, വിശ്വാവസു തുടങ്ങിയ ഗന്ധർവശ്രേഷ്ഠന്മാർ ഭഗവാന്റെ യശസ്സിനെ പാടി പുകഴ്ത്തുന്നു. തഥോ ദുന്ദുഭയോ നേതോർ നിപേദോ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപദയാ സസ്ത്രീകാ തദ്യശോമലം. ശ്ലോകം 6. വലയാനാം നൂപുരാണാം കിങ്കിണീനാച്ച യോഷിതാം സപ്രിയാണാം അഭൂത് ശബ്ദ സ്തുമുലോ രാസമണ്ഡലേ. വലയാനാം നൂപുരാണാം കിങ്കിണീനാഃ ച യോഷിതാം സപ്രിയാണാം അഭൂത് ശബ്ദഃ തുമുലഃ രാസമണ്ഡലേ. സപ്രിയാണാം പ്രിയന്മാരോട് ചേർന്നിരിക്കുന്ന യോഷിതാം സ്ത്രീകളുടെ, വലയാനാം വളകളുടെയും, നൂപുരാണ കാൽച്ചിലമ്പുകളുടെയും, കിങ്കിണീന അരമണികളുടെയും ശബ്ദഃ നാദം രാസമണ്ഡലേ രാസമണ്ഡലത്തിൽ തുമുലു ശബ്ദിച്ചു. തുമുലു അഭൂത്. അപ്പോൾ ദേവന്മാരുടെ ദുന്ദുഭി ശബ്ദം മാത്രമല്ല, രാസമണ്ഡലത്തിൽ
ശബ്ദം എന്താണ്? കൃഷ്ണനോട് ചേർന്നിരിക്കുന്ന ഗോപികകളുടെ കയ്യിലും കാലിലും അരകളിലും കഴുത്തിലും ഒക്കെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ശബ്ദിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുമ്പോൾ ഈ ആഭരണങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകും. അങ്ങനെ രാസമണ്ഡലം. പിന്നെ ഭഗവാന്റെ ചിലങ്ക, ഭഗവാന്റെ അരഞ്ഞാണം, അതുപോലെ വളകൾ, എല്ലാത്തിൻ്റെയും കൂടെ ശബ്ദം രാസമണ്ഡലം നിറഞ്ഞു. വലയാനൂപുരാണാം കിങ്കിണീനാശ്ചയോഷിതാം സപ്രിയാണാം അഭൂത് ശബ്ദ സ്തുമുലോ രാസമണ്ഡലേ. ശ്ലോകം 7. തത്രാദിശുഭേ താഭിർ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരതകോ യഥാം. തത്ര അതിശുശുഭേ താഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതഃ യഥാ. ഹൈമാനാം സ്വർണം കൊണ്ടുള്ള മണീനാം മണികളുടെ മധ്യേ നടുവിൽ മഹാമരകതഃ യഥ പച്ചരത്നം പോലെ, അതായത് 2 സ്വർണമണികളുടെ ഇടയിൽ കോർത്തിരിക്കുന്ന മരതക പച്ച രത്നം പോലെ ഭഗവാൻ, ഐശ്വര്യപൂർണനായ ഭഗവാൻ കൃഷ്ണൻ, ദേവകീസുതൻ കൃഷ്ണൻ, താപി അവരാൽ തത്ര അവിടെ അതിശിശുഭേ അധികം ശോഭിച്ചു. ഇപ്പം 2 സ്വർണമണികളുടെ ഇടയിൽ കോർത്തിരിക്കുന്ന മരതക രത്നം പോലെ രാസമണ്ഡലത്തിൽ സ്വർണവർണ്ണകളായിരിക്കുന്ന ഈ 2 ഗോപസ്ത്രീകളുടെ ഇടയിൽ ഭഗവാനായ കൃഷ്ണൻ അധികം പ്രകാശിച്ചു. തത്രാദി ശിശുഭേ താഭിർ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതകോ യഥാം. ശ്ലോകം 8. പാദന്യാസൈർഭുജവിദുഭിഃ സസ്മിതൈർഭ്രുവിലാസൈ ഭജ്യന്മധ്യൈ ചലകുചപടൈ കുണ്ടലൈർഗണ്ഡലോലൈ സിദ്ധ്യന്മുഖ്യ കബരരചനാ ഗ്രന്ഥയ കൃഷ്ണവധ്വോ ഗായന്ത്യസ്തം തടിദൈവത മേഘചക്രേ വിരേജു. പാദന്യാസൈഃ ഭുജവിദുഭിഃ സസ്മിതൈഃ ഭ്രൂവിലാസൈഃ ഭജ്യൻ മധ്യൈ ചലകുചപടൈഃ കുണ്ടലൈഃ ഗണ്ഡലോലൈഃ സിദ്ധ്യൻ മുഖ്യഃ കബരരചനാ ഗ്രന്ഥയഃ കൃഷ്ണവധ്വഃ ഗായന്തി തം തടിത ഇവ താ മേഘചക്രേ വിരേജു. അപ്പോൾ ഗോപസ്ത്രീകളാൽ കൃഷ്ണൻ എന്ന പോലെ കൃഷ്ണനാൽ ഗോപികകളും ശോഭിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഗോപസ്ത്രീകളുടെ ഇടയിൽ നിന്ന് കൃഷ്ണൻ ശോഭിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കൃഷ്ണനാൽ ഗോപസ്ത്രീകളും ശോഭിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. പാദന്യാസൈഹി പാദങ്ങൾ കൊണ്ടുള്ള ന്യാസങ്ങളോടും ഭുജവിദുഭിഹി കൈകളുടെ ഇളക്കത്തോടും സസ്മിതൈഹി മന്ദഹാസത്തോടും കൂടിയ ഭ്രൂവിലാസൈ പുരികങ്ങളുടെ ചലനത്തോടും അവർ നൃത്തം ചെയ്യുമ്പോൾ ഓരോ ഭാഗവും ചലിക്കുന്നത് പറയുകയാണ്. ഭജ്യൻ മധ്യൈഹി പൊട്ടിപ്പോകുമെന്ന് തോന്നുന്ന മധ്യഭാഗത്തും അവരുടെ ആ ഡാൻസ് നൃത്തമൊക്കെ കണ്ടാൽ മധ്യഭാഗം പൊട്ടിപ്പോകുമെന്ന് തോന്നും. ചലകുചപടൈ ഇളകുന്ന കുജങ്ങളോടും വസ്ത്രങ്ങളോടും ഗണ്ഡലോലൈ കവിൾത്തടങ്ങളിൽ ആടുന്ന കുണ്ടലൈ കർണാഭരണങ്ങളോടും സിദ്ധ്യൻ മുഖ്യ സ്വേദജലങ്ങളെ ധരിച്ചിരിക്കുന്ന മുഖത്തോടും, അതായത് നൃത്തം ചെയ്ത് തളർന്ന് മുഖത്തൂടെ വിയർപ്പൊഴുകയാണ്, അതാണ് വിയർപ്പ് ജലങ്ങളെ ധരിച്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവരായും കബരരചന ഗ്രന്ഥയ കബര എന്ന് വെച്ചാൽ തലമുടികളും രചന അരഞ്ഞാണുകളും മുറുകെ കെട്ടിയിരിക്കുന്നവരായും തം അവനെക്കുറിച്ച് ഗായന്ത്യ പാടുന്നവരുമായിരിക്കുന്ന താഹ കൃഷ്ണവത്വഹ ആ കൃഷ്ണ സ്ത്രീകൾ
മേഘചക്രെ മേഘങ്ങളുടെ കൂട്ടത്തിൽ തടിത ഇവ മിന്നലുകൾ എന്ന പോലെ വിരേജു. അപ്പോൾ ഭഗവാൻ മേഘം പോലെ ഇരുന്നെങ്കിൽ ഇവർ മിന്നൽ പോലെ ഇവർ ശോഭിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനെ മേഘത്തോടാണ് സാദൃശ്യം കാണിച്ചിരിക്കുന്നത്. ഗോപികൾ മിന്നൽ കൊടികൾ, അവരുടെ മുഖത്തിൽ പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ മഴത്തുള്ളികൾക്ക് തുല്യം. അപ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് പാട്ടുന്ന പാട്ടോ ഇടിശബ്ദത്തിന് ഉറക്ക പാടുകയാണ്. ഇങ്ങനെ രാസലീലയെ പുതുമഴയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യകിരണം പ്രാണിവർഗത്തെ തപിപ്പിക്കുമ്പോൾ പുതുമഴ അവരെ എങ്ങനെ തണുപ്പിക്കുന്നുവോ അതുപോലെ കൃഷ്ണവിയോഗത്താൽ ഉണ്ടായ ആ താപാഗ്നി ഈ രാസലീല കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. മഴ പെയ്യുമ്പോൾ തണുക്കുന്നത് പോലെ ഇവരുടെയും മനസ്സ് തണുത്തു. പാദന്യാസൈർ ഭുജവിദുദിഭി സസ്മിതൈർ ഭ്രൂവിലാസൈ ഭജ്യന്മത്തേ ചലകുജപടൈ കുണ്ടലൈർകണ്ഡലോലൈ സിദ്ധ്യന്മുഖ്യ കപരരചന ഗ്രന്ഥയാ കൃഷ്ണവത്വോ ഗായന്ത്യസ്തം തടിദൈവത മേഘചക്രേ വിരേജു. ശ്ലോകം 9. ഉച്ചൈർജഗുർനൃത്യമാന രക്തകണ്ഠ്യോരതിപ്രിയാഃ കൃഷ്ണാഭിമർശമുദിതാ യദ്ഗീതേനേദം ആവൃതം. ഉച്ചൈഃ ജഗുഃ നൃത്യമാന രക്തകണ്ഠ്യഃ രതിപ്രിയാഃ കൃഷ്ണ അഭിമർശ മുദിതാ യദ്ഗീതേന ഇദം ആവൃതം. നൃത്യമാനാഹ കളിക്കുന്നവരായും രക്തകണ്ഠ്യഃ രഞ്ജിക്കപ്പെട്ട കണ്ഠത്തോട് കൂടിയവരായും രതിപ്രിയ രതിയിൽ പ്രിയത്തോടു കൂടിയവരുമായിരിക്കുന്ന അവർ കൃഷ്ണ അഭിമർശമുദിത കൃഷ്ണന്റെ സ്പർശനത്താൽ അധികം സന്തോഷിച്ചവരായി ഉച്ചൈഹി ഉറക്കെ ജഗു പാടി. ഇപ്പൊ കൃഷ്ണൻ പാട്ട് പാടുമ്പോൾ അതിനേക്കാൾ ഉറക്ക അവർ പാടും. യത് ഗീതേന യാതൊരുത്തരുടെ ഗീതം കൊണ്ട് ഇതം ഈ ലോകം ആവൃതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ഗാനം ലോകം മുഴുവനും വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അവരുപയോഗിച്ചിരുന്ന ആ രാഗവിശേഷങ്ങൾ ലോകത്തിൽ ഇന്നും നിലനിന്നു വരുന്നു. ഭക്തന്മാർ ഗോപികൾ പാടിയ ആ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ഇന്നും പാടി ആനന്ദിക്കുന്നു. അപ്പോൾ ഗോപസ്ത്രീകൾ തത്കാലോചിത കൃഷ്ണ കീർത്തനം ചെയ്യാൻ വേണ്ടി അവർ 10,000 രാഗങ്ങൾ കൽപ്പിച്ചുണ്ടാക്കിയെന്നാണ്. ഇത്രയും രാഗങ്ങൾ ഇപ്പോഴുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അവരും ഉണ്ടാക്കിയ രാഗങ്ങളാണ് 16,000 രാഗങ്ങൾ. വിശ്വരൂപനായ ഭഗവാനെ ആനന്ദിപ്പിക്കാൻ മതിയായിരുന്ന ഗാനങ്ങൾ വിശ്വവാസികളായ സകല ജീവകോടികളെയും ആനന്ദിപ്പിക്കുന്നതിൽ ആശ്ചര്യത്തിന് അവകാശമില്ല. അപ്പോൾ ആദ്യം നൃത്തം, പിന്നെ അടുത്ത ഗാനത്തെയും വർണ്ണിക്കുകയാണ്. ഉച്ചൈർജഗുർനൃത്യമാന രക്തകണ്ഠ്യോരതിപ്രിയാഃ കൃഷ്ണാഭിമർശമുദിത യദ്ഗീതേനേദമാവൃതം. ശ്ലോകം 10. കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധുതി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈമാനം ച ബഹ്വദാത്. കാചിത് സമം മുകുന്ദേന സ്വരജാതീഹി അമിശ്രിതാഃ. അതാണ് സ്വരജാതീരമിശ്രിതാഃ. സ്വരജാതീഹി അമിശ്രിതാഃ ഉന്നിന്യേ പൂജിത തേന പ്രീയത സാധു സാധു ഇതി തത് ഏവ ധ്രുവം ഉന്നിന്യേ തസ്യൈ
മാനം ച ബഹു ആദാത്. ബഹു അതാത്, അതാണ് ബഹു അതാത്. ബഹു അതാത്. കാചിത് ഒരുത്തി മുകുന്ദേന സമം കൃഷ്ണനോടുകൂടി സ്വരജാതിഹി ഷഡ്ജാതി സ്വരങ്ങളെ, അതായത് ഇതിലുള്ള ഗാനത്തിലുള്ള സംഗീതത്തിൻ്റെ സ്വരങ്ങൾ, അതായത് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നു പേരുള്ള സാരി ഗ മ പ ധ നി, ഈ സ്വരങ്ങളുടെ വിന്യാസ വിശേഷം കൊണ്ട് അവർ 16,000 രാഗങ്ങൾ ഗോപികമാർ ഉണ്ടാക്കി. ഷഡ്ജാതി സ്വരങ്ങളെ അമിശ്രിതാക അസങ്കീർണങ്ങളായിട്ട് ഉന്നിന്യെ ഉത്കൃഷ്ടമായി കൽപ്പിച്ചു. എന്ന് വെച്ചാൽ അവർ തന്നെ രാഗങ്ങൾ ഉണ്ടാക്കി. പ്രിയത സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന തേന അവനാൽ. ഇപ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമായി. സാധു സാധു ഇതി, കൊള്ളാം കൊള്ളാം, ശ്രേഷ്ഠ ശ്രേഷ്ഠ, നല്ലത് നല്ലത് എന്ന് പൂജിത മാനിക്കപ്പെട്ടവളായി കൽപ്പിച്ചിട്ട്, അപ്പോൾ ഒരു സ്ത്രീ പാടുമ്പോൾ ഭഗവാൻ പറയും കൊള്ളാം കൊള്ളാം, സാധു സാധു എന്ന് പറയുമ്പോൾ ഉന്നയിച്ചു. അങ്ങനെ പറയുമ്പോഴാണ് തസ്യ അവൾക്കായിക്കൊണ്ട് ബഹു അധികമാവും വണ്ണം മാനം സൽക്കാരത്തെ അതാ നൽകി. അപ്പോൾ ഒരു ഗോപിക ഇങ്ങനെ പാടുമ്പോൾ ഭഗവാൻ പറയും കൊള്ളാം കൊള്ളാം. ഇത് കേൾക്കുമ്പോൾ അടുത്ത സ്ത്രീ അതിനേക്കാൾ ഉച്ചത്തിൽ പാടും. അങ്ങനെയാണ് ഇവരെ ഓരോരുത്തരും രാഗങ്ങൾ ഉണ്ടാക്കി 16,000 രാഗം വരെ ഉണ്ടാക്കി പാടി. കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഹ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധുതി തദേവ ധ്രുവമുന്നിന്യേ തസ്യേമാനം ച ബഹ്വദാത്. ശ്ലോകം 11. കാചിത് രാസ പരിഭ്രാന്ത പാർശ്വസ്തസ്യ ഗദാഭൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം ശ്രഥത് വലയമല്ലികാം. കാചിത് രാസപരിഭ്രാന്ത നാട്യത്താൽ ക്ഷീണിച്ചവളായും. അപ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചവളായും. ശ്ലതത് വലയമല്ലിക ഊരി വീഴുന്ന വളകളോട്. അപ്പോൾ ക്ഷീണിച്ച് വളയൊക്കെ കയ്യിൽ നിന്ന് ഊരി വീഴുന്നു, തലയിൽ നിന്ന് മുല്ലപ്പൂക്കളൊക്കെ താഴെ വീണു. അതാണ് ശ്ലതത് വലയമല്ലിക. വളയും മല്ലികപ്പൂക്കളും എല്ലാം വീണു. കാചിത് ഒരുത്തി ബാഹുന ഒരു കൈകൊണ്ട് പാർശ്വസ്തസ്യ സമീപത്ത് നിൽക്കുന്ന ഗദാഭൃതനായ കൃഷ്ണൻ്റെ സ്കന്ധം കഴുത്തിനെ ജഗ്രാഹ ഗ്രഹിച്ചു. അയ്യോ എനിക്ക് നിൽക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ കഴുത്തിലൊന്ന് പിടിച്ചു. ഒരു കൈ കൊണ്ട് പിടിച്ച് മുഖം ചരിച്ചു വെച്ച് വിശ്രമിച്ചു. കൃഷ്ണൻ്റെ തോളി കിടന്ന് ക്ഷീണിച്ചപ്പോൾ വിശ്രമിച്ചു ഒരുത്തി. കാചിദ്രാസപരിശ്രാന്ത പാർശ്വസ്തസ്യ ഗദാഭൃത ജഗ്രാഹ ബാഹുനാ സ്കന്ധം ശ്ലതത് വലയമല്ലിക. ശ്ലോകം 12. തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പല സൗരഭം ചന്ദനാലിപ്തമാഘ്രായ ഹൃഷ്ടരോമാചുചുംബഃ. തത്ര ഏക അംസഗതം ബാഹും കൃഷ്ണസ്യ ഉത്പല സൗരഭം ചന്ദനാലിപ്തം ആഘ്രായ ഹൃഷ്ടരോമ ചുചുംബഃ. തത്ര അതിൽ ഏക ഒരുത്തി ഉത്പല സൗരഭം ആമ്പലിനേക്കാൾ വാസനയുള്ളതും ചന്ദനാലിപ്തം ചന്ദനത്താൽ ലേപനം ചെയ്യപ്പെട്ടതും അംസഗതം തൻ്റെ തോളിലിരിക്കുന്നതുമായ കൃഷ്ണൻ്റെ കയ്യെ ആക്രായ മണപ്പിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരുത്തിയുടെ തോളിൽ കൈവച്ചു. അപ്പോൾ ആ നല്ല ചന്ദനമൊക്കെ ലേപനം ചെയ്തിരിക്കുന്ന കൃഷ്ണൻ്റെ കയ്യെ ഒരുത്തി ആക്രായ മണപ്പിച്ചിട്ട് രോമാഞ്ചത്തോടു കൂടിയവളായി ചുംബനം ചെയ്തു. ഭാഗ്യം, ഗോപികളുടെ ഭാഗ്യം നോക്കണേ. ആ ഭഗവാൻ പരബ്രഹ്മമായിരിക്കുന്ന ആ ഭഗവാനെ ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും എല്ലാം അവർക്ക് ഭാഗ്യം സിദ്ധിച്ചു. തത്രൈക അംസഗതം ബാഹും കൃഷ്ണസ്യോത്പല സൗരഭം ചന്ദനാലിപ്തമാഘ്രായ
ഹൃഷ്ടരോമാചുചുംബഹ. ശ്ലോകം 13. കസ്യാശിനാട്യ വിക്ഷിപ്ത കുണ്ടലത്തിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധ്യ അതാ താംബൂലചർവിതം. നാട്യ വിക്ഷിപ്ത കുണ്ടലദിഷമണ്ഡിതം. നാട്യത്താൽ, അതായത് ഡാൻസ് കളിച്ചപ്പോൾ ഇളകുന്ന കുണ്ടലങ്ങളുടെ കാന്തിയാൽ അലങ്കരിക്കപ്പെട്ട ഗണ്ഡം കഴുത്തിനെ, ഗണ്ഡെ കൃഷ്ണന്റെ കഴുത്തിൽ, സന്ദധ്യ സംയോജിപ്പിച്ച്, കസ്യ ഒരുത്തിക്ക്, താംബൂല ചർവിതം താംബൂല ചർവിതത്തെ അതാ കൃഷ്ണൻ ദാനം ചെയ്തു. ഒരുത്തി കൃഷ്ണന്റെ തോളി ചേർന്ന് വായോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണന്റെ വായിൽ കിടക്കുന്ന താംബൂലം എടുത്ത് അവക്ക് കൃഷ്ണൻ കൊടുത്തു. കസ്യാശ്ചേത് നാട്യവിലിപ്ത കുണ്ടലദിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധ്യ അതാ താംബൂല ചർവിതം. ശ്ലോകം 14. നൃത്യന്തി ഗായതി കാശീൻ കൂജന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശാന്താധാത് സ്തനയോ ശിവം. നൃത്യന്തി നൃത്തനം ചെയ്യുന്നവളും, ഗായന്തി പാടുന്നവളും, കൂജൻ നൂപുരമേഖല ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാൽച്ചിളമ്പുകളോടും, മേഖല അരഞ്ഞാണത്തോടും കൂടിയവളായ കാച്ചിത് ഒരുത്തി, ശാന്താഹ ക്ഷീണിച്ചവളായി, ശിവം സുഖകരമായിരിക്കുന്ന, പാർശ്വസ്ഥ അച്യുതഹസ്താബ്ജം സമീപത്ത് നിൽക്കുന്ന കൃഷ്ണന്റെ താമരപ്പൂ പോലെ ഇരിക്കുന്ന കരത്തെ, സ്തനയോഗ സ്തനങ്ങളിൽ അതതാ ധരിച്ചു. അവൾ ക്ഷീണിച്ച് അവശായി കൃഷ്ണന്റെ കൈയെടുത്ത് അവളുടെ ആ സ്തനങ്ങളിൽ വെച്ചു. നൃത്യന്തി ഗായതി കാശീത് കൂജന്നോപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശാന്താദാത് സ്തനയോ ശിവം. ശ്ലോകം 15. ഗോപ്യൗലപ്താച്യുതം കാന്തം ക്ഷിയേകാന്ത വല്ലഭം ഗൃഹീത കണ്ഠ്യസ്തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ. ഗോപ്യഃ ലപ്ത അച്യുതം കാന്തം ക്ഷിയഃ ഏകാന്ത വല്ലഭം ഗൃഹീത ഖണ്ഡ്യഃ തത് ദോർഭ്യാം ഗായന്തി തം വിജഹ്രിരേ. ക്ഷിയഃ ലക്ഷ്മിയുടെ ഏകാന്ത വല്ലഭം അതിപ്രിയനായിരിക്കുന്ന അച്യുതം കൃഷ്ണനെ കാന്തം ഭർത്താവായി ലഭിച്ചിട്ട്, ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന കൃഷ്ണനെ തങ്ങൾക്ക് ഭർത്താവായി ലഭിച്ചിട്ട്, തദ്ദോർഭ്യാം അവൻ്റെ കൈകളാൽ ഗൃഹീത കണ്ഠ്യ ഗ്രഹിക്കപ്പെട്ട കണ്ഠത്തോടു കൂടിയവരായി, അതായത് ഭഗവാന്റെ കൈയെടുത്ത് അവരുടെ കഴുത്തിൽ ചേർത്ത് വയ്ക്കും. അവനെക്കുറിച്ച് ഗായന്ത്യ പാടുന്നവരായിട്ട് ഗോപികൾ വിജക്രിയെ വിരഹിച്ചു. അപ്പോൾ ഓരോരുത്തരെ ഓരോന്നാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ അടുത്ത് കൃഷ്ണനുണ്ടെന്നുള്ള പ്രതീതി കൃഷ്ണൻ അവർക്ക് ഉളവാക്കി കൊടുത്തു. അപ്പോൾ ഒരാൾ കൈയെടുത്ത് കഴുത്തിൻ്റെ ചുറ്റും പിണച്ചു വയ്ക്കും, ഒരാൾ കയ്യിൽ തല ചായ്ച്ചു വയ്ക്കും, ഒരാൾ തോളിൽ തല ചായ്ച്ചു വയ്ക്കും. ഇങ്ങനെ പലരും കൃഷ്ണനെ പല രീതിയിൽ കൃഷ്ണനോട് രമിച്ചു. ഗോപ്യാലപ്താച്യുതം കാന്തം ക്ഷിയ ഏകാന്ത വല്ലഭം ഗൃഹീത കണ്ഠ്യസ്തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ. ശ്ലോകം 16. കർണോത്പലാളകവിടങ്ക കപോല കർമ്മ ഭക്തശ്രിയോ വലയ നൂപുര ഘോഷവാദ്യൈ ഗോപ്യസമം ഭഗവതാനനൃതു സുകേശ സ്രജോ ഭ്രമര ഗായകരാസഗോഷ്ഠ്യാം. കർണ ഉത്പല അളക വിടങ്ക കപോല കർമ്മ ഭക്തശ്രിയഃ വലയ നൂപുര ഘോഷവാദ്യൈഃ ഗോപ്യഃ സമം ഭഗവതാ നനുർദുഃ സ്വകേശ സ്രസ്തസ്രജഃ ഭ്രമര ഗായക രാസഗോഷ്ഠ്യ. കർണോത്പല അളക വിടങ്ക കപോല കർമ്മ വക്ത്രശ്രിയ. കർണങ്ങൾ ധരിച്ച ഉത്പലങ്ങൾ കൊണ്ടും ആമ്പൽപ്പൂക്കൾ കൊണ്ടും അളകങ്ങളാൽ മുടികളാൽ അലങ്കരിക്കപ്പെട്ട ഗണ്ഡസ്ഥലങ്ങൾ കൊണ്ടും, അതായത് കളിച്ചു വന്നപ്പോൾ കാതി കിടങ്ങുന്ന കമ്മലുകളെല്ലാം ആടിത്തുടങ്ങി. പിന്നെ അതുപോലെ മുടിയെല്ലാം അഴിഞ്ഞു തുടങ്ങി.
അപ്പോൾ മുടി കൊണ്ട് ഗണ്ഡസ്ഥലങ്ങൾ, കഴുത്തിലൊക്കെ മുടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി. പിന്നെ കപോല കർമ്മ ഭക്തശ്രിയ, കർമ്മം എന്ന് വെച്ചാൽ വിയർപ്പ് ജലം കൊണ്ട് അങ്ങനെ മുഖത്ത് ശോഭയോട് കൂടിയവരായി. മുഖത്ത് ഈ കാതുകളിലുള്ള കുണ്ടലങ്ങളൊക്കെ വന്നടിച്ച് മുടികൾ വന്ന് വീണ് പിന്നെ വിയർപ്പ് ജലം പൊടിഞ്ഞ് സ്വകേശ സ്രസ്തസ്രജ, തലമുടികളിൽ നിന്ന് വീഴുന്ന പൂമാലകൾ മുഖത്തൂടെ കിടക്കും. ഗോപികൾ ഭ്രമര ഗായക രാസഗോഷ്ഠ്യാം, വണ്ടുകളാകുന്ന പാട്ടുകാരോടുകൂടിയ രാസസദസ്സിൽ. അപ്പം അവിടെ വണ്ടുകളുടെ മുഴക്കമുണ്ട്, അതേസമയം ഇവരും അതുപോലെ തന്നെ പാടുകയാണ്. വലയ നൂപുര ഘോഷവാദ്യ, കൈവേളകൾ, അതുപോലെ കാൽച്ചിലമ്പുകൾ, അരമണികൾ, ഇവയുടെ ശബ്ദമാകുന്ന വാദ്യഘോഷത്തോടു കൂടി. അപ്പോൾ ദേവന്മാർ ദുന്ദുവികൾ തുടങ്ങിയ വാദ്യഘോഷങ്ങൾ മുഴക്കും. ഇവരുടേതാണെങ്കിലോ കൈകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ ആ ആഭരണങ്ങൾ കൊണ്ട്, അതുപോലെ കഴുത്തിലത് കുണ്ടലം, പിന്നെ നൂപുരത്തിലെ എല്ലാ ശബ്ദം കൊണ്ട് അവർ ഭഗവതാ സമം, ഭഗവാനോടുകൂടി ഞാനത് നൃത്തം ചെയ്തു. അപ്പം ആദ്യം ഗന്ധർവൻ കിന്നരന്മാരെല്ലാം ആദ്യക്കാരെല്ലാം പാട്ടും ഒക്കെ പാടി. അപ്പോൾ അവർ പാട്ടും പാടി ഘോഷിച്ച് തളർന്നപ്പോൾ ഈ അടുത്ത ഘോഷങ്ങൾ എവിടെ നിന്നാണ്? ഇവർ തന്നെ. ഇത്രയും ഗോപികമാരില്ലേ, 110 കോടി ഗോപികമാരിരിക്കില്ലേ, ഇവരുടെ ആഭരണങ്ങളൊക്കെ ചലിക്കുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദിക്കുമ്പോൾ, അതുപോലെ ചിലമ്പുകൾ ശബ്ദിക്കുമ്പോൾ എന്ത് ശബ്ദമായിരിക്കും? കർണോൽപലാളക വിടങ്ക കപോല കർമ്മ ഭക്തശ്രീയോ വലയ നൂപുര കോശവാദി ഗോപ്യ സമം ഭഗവതാനൃതു സ്വകേശ സ്രസ്തസ്രജോ ഭ്രമര ഗായക രാസഗോഷ്ഠ്യാം. ശ്ലോകം 17. ഏവം പരിഷംഗ കരാഭിമർശ സ്നിഗ്ധേക്ഷണോദ്ദാമ വിലാസഹാസൈ രമേ രമേശോ വ്രജസുന്ദരീഭിർ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമാം. ഏവം പരിഷംഗ കരാഭിമർശ സ്നിഗ്ധ ഈക്ഷണ ഉദ്ദാമ വിലാസ ഹാസൈഹി രമേ രമേശഃ വ്രജസുന്ദരീഭിഃ യഥാ അർഭകഃ സ്വപ്രതിബിംബ വിഭ്രമഃ. അപ്പോൾ ഒരു ബാലൻ കണ്ണാടിയിൽ നോക്കി തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി കളിക്കുന്നത്, രസിക്കുന്നത് പോലെ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ സകല കലാകൗശലവും ഗോപികളിൽ സ്വമായയായി പ്രവേശിച്ച ശേഷം ആ മായാദർപ്പണത്തിൽ പ്രതിബിംബമായ ഗോപികളുടെ വിലാസാദികൾ അനുസരിച്ച് താനും രമിച്ചു. ശരിക്കും ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. നേരത്തെ പറഞ്ഞു മായയെ ഭഗവാൻ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം മായയിൽ കൂടിയാണ് ഇവര് ഗോപികളുടെ വിലാസങ്ങൾ മായാദർപ്പണത്തിൽ പ്രതിബിംബമായി എന്നാണ്. അപ്പോൾ ഒരു കുട്ടി ആ കണ്ണാടിയിൽ നോക്കി കളിക്കുന്നത് പോലെ, കണ്ണാടിയിൽ ആ കുട്ടിയുടെ പ്രതിബിംബം കാണുമല്ലോ, അതുപോലെയാണ് ഭഗവാനും. ഭഗവാന്റെ ആ മായാദർപ്പണത്തിൽ ഉള്ള ഗോപികളോടാണ് കളിച്ചത്. ഏവം ഇപ്രകാരം പരിഷംഗ കരാഭിമർശ, പരിഷംഗം ആലിംഗനം, കരാഭിമർശ കൈകൾ കൊണ്ടുള്ള സ്പർശനം, സ്നിഗ്ധേക്ഷണ അനുരാഗത്തോടുകൂടിയുള്ള നോട്ടം, ഉദ്ദാമ വിലാസഹാസൈ ചുംബനാദി വ്യാപാരം മന്ദഹാസ ഇവ കൊണ്ട് സ്വപ്രതിബിംബ വിഭ്രമ തൻ്റെ പ്രതിബിംബങ്ങളോട് കളിക്കുന്ന അർഭക ബാലനെ പോലെ. ഒരു കുട്ടി കണ്ണാടി നോക്കിയിട്ട് ചലിക്കുമ്പോൾ അത് കിടന്ന് ചലിക്കുക, അപ്പോൾ ഈ കുട്ടിയും ചലിക്കുക. അതുപോലെ രമേശക, രമേശൻ, രമയുടെ ഈശൻ, ലക്ഷ്മീകാന്തൻ വ്രജസുന്ദരി ഗോപികളോടുകൂടി രമിച്ചു. മായാദർപ്പണത്തിൽ സ്വമായയെ പ്രവേശിച്ച ശേഷം ഗോപികളിൽ മായയെ പ്രവേശിച്ചിട്ട് ആ മായാദർപ്പണത്തിൽ പ്രതിബിംബമായ ഗോപികളുടെ വിലാസങ്ങൾ അനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? രമിച്ചു. അപ്പോൾ ഭക്തകളായ അവരുടെ മനോരഥത്തെ സാധിപ്പിക്കാൻ വേണ്ടി അവരോട് ഒരുമിച്ച് ഭഗവാൻ രമിച്ചു എന്ന് അവർക്ക് തോന്നത്തക്കവണ്ണം
ഭഗവാൻ മായയിലാണ് രമിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ രാസക്രീഡ നടക്കുമ്പോഴും ഭഗവാൻ നിർവികാരനായിരുന്നു, ആത്മാരാമനായിരുന്നു. ഏവം പരിഷ്വംഗ കരാഭിമർശ സ്നിഗ്ധേഷണോദ്ദാമ വിലാസഹാസൈ രമേ രമേശോ വ്രജസുന്ദരീഭി യഥാർഭക പ്രതിബിംബ വിഭ്രമഃ. ശ്ലോകം 18. തതംഗസംഗ പ്രമുദാകുലേന്ദ്രിയ കേശാന്തുകൂലം കുജപട്ടികാം വാ നാഞ്ച പ്രതിവോടുമു മലം വ്രജസ്ത്രീയോ വിസ്രസ്തമാലാഭരണ കുരുദ്വഹ. കുരുദ്വഹ അല്ലയോ കുരുശ്രേഷ്ഠ. തദംഗസംഗ പ്രമുദ കുലേന്ദ്രിയ. തത് അംഗ അവൻ്റെ അംഗസംഘത്താൽ അവയവങ്ങളുടെ സംഘത്താൽ പ്രമുദാകുല ഇന്ദ്രിയാക പ്രകൃഷ്ടമായി ഉത്ഭവിച്ച സന്തോഷത്താൽ അവശങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവരായി. അതായത് ഭഗവാന്റെ ശരീര സംസർഗം ലഭിച്ചതുകൊണ്ട് ഗോപികൾക്ക് വളരെ സന്തോഷമായി, പരമാനന്ദമായിട്ട് ഗോപികളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരവശങ്ങളായി. അതായത് അവരുടെ സർവ്വ ഇന്ദ്രിയങ്ങളും പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാതെ വ്യാപാരങ്ങൾ ചെയ്യാൻ സമർത്ഥങ്ങളല്ലാതെ ഭവിച്ചു. വിശ്രസ്ത മാലാഭരണ മാലകളും മുടികളുമൊക്കെ അഴിഞ്ഞ മാലകളോടും ആഭരണങ്ങളോടും കൂടിയ വ്രജസ്ത്രീകൾ ഗോപസ്ത്രീകൾ കേശാൻ തലമുടികളെയും ദുകൂലം വസ്ത്രങ്ങളെയും കുജപട്ടികാമ്പ മാറിൽ ധരിച്ച വസ്ത്രത്തെയും അഞ്ച ഉടനെ പ്രതിവോടും വീണ്ടും ധരിപ്പാനായിക്കൊണ്ട് നാലം സമർത്ഥങ്ങളായില്ല. അവർ തളർന്ന് അപ്പോൾ അവർക്ക് പിന്നീട് ഈ അഴിഞ്ഞുപോയ മുടി കെട്ടാനോ വസ്ത്രങ്ങൾ ധരിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. തദംഗസംഗ പ്രമദാകുലേന്ദ്രിയ കേശാന്തുകൂലം കുജപട്ടികാമ്പ നാഞ്ചപ്രതിവോടും അലം വ്രജസ്ത്രീയോ വിസ്രസ്തമാലാഭരണ കുരുദ്വഹ. ശ്ലോകം 19. കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ മുമുഹുക്കേചരസ്ത്രീയ കാമാർദിത ശശാങ്കശ്ച സഗണോ വിസ്മിതോഭവത്. കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ കൃഷ്ണന്റെ ലീലാവിശേഷത്തെ കണ്ടിട്ട് കാമാർദിതാഹ കാമപീഡിതകളായ ഖേചര സ്ത്രീയ, ഖേചരം എന്ന് വെച്ചാൽ ആകാശ സ്ത്രീകൾ, ആകാശസഞ്ചാരികൾ, അതായത് ദേവസ്ത്രീകൾ മുമുഹു മോഹിച്ചു. അവർ പോലും ഭഗവാന്റെ ഈ രാസക്രീഡ കണ്ട് മോഹിച്ചു പോയി. സഗണ ഗണത്തോടുകൂടിയ ശശാങ്ക ചന്ദ്രനും വിസ്മിത ആശ്ചര്യയുക്തനായി ഭവിച്ചു. ചന്ദ്രൻ പോലും ആശ്ചര്യയുക്തനായി. ഇവരുടെ ഈ ക്രീഡ കണ്ട് എല്ലാവരും മോഹിച്ച് നിന്നുപോയി. അപ്പോൾ ഗോപസ്ത്രീകൾ മോഹിച്ചതിൽ ആശ്ചര്യമുണ്ടോ? ദേവസ്ത്രീകൾ പോലും മോഹിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ക്രീഡാവിശേഷത്തെ കണ്ട് വിമാനത്തിലിരുന്ന ഗന്ധർവസ്ത്രീകൾ ദേവസ്ത്രീകൾ എല്ലാവരും തങ്ങൾക്കും ഭഗവാനോടുകൂടി രമിച്ചാൽ കൊള്ളാം എന്ന് അവർ ആഗ്രഹിച്ചു. അപ്പോൾ ചന്ദ്രനും അതുപോലെ തന്നെ ഭഗവാന്റെ ലീലാവിശേഷത്തെ കണ്ട് ആശ്ചര്യയുക്തനായി തൻ്റെ സഞ്ചാരത്തെ നിർവഹിക്കാൻ അശക്തനായി സ്തംഭിച്ച് നിന്നു. അപ്പോൾ ചന്ദ്രൻ സ്തംഭിച്ചു നിന്നാലോ മറ്റ് ഗ്രഹങ്ങളും എല്ലാം സ്തംഭിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഈ രാത്രി ദീർഘമായി ഭവിച്ചു. ഗോപികൾ അവരുടെ ഇഷ്ടം പോലെ ദീർഘമായ രാത്രിയിൽ ഭഗവാനും ഒരുമിച്ച് ലീല ചെയ്തു. അവസാനം അവർ തളർന്ന അവശരായി. അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ, അതായത് അഴിഞ്ഞുപോയ വസ്ത്രം എടുത്തിടാൻ പോലും വയ്യാതെ ആയി. അപ്പോൾ ആ രാത്രിയെ ബ്രഹ്മരാത്രി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘമായ ഒരു രാത്രിയായിരുന്നു. അങ്ങനെ ഗോപികൾ അവരുടെ ആഗ്രഹം തീരുന്നത് വരെ ഭഗവാനോടുകൂടി രമിച്ചു. പക്ഷേ ഭഗവാൻ ആത്മാരാമനായിരുന്നു. ഭഗവാൻ എങ്ങനെയാണ് അവരോടൊന്നിച്ചല്ല രമിച്ചത്? ആത്മാവിലാണ് രമിച്ചു കൊണ്ടിരുന്നത്. ഭഗവാൻ എങ്ങനെ രമിച്ചു? മായയെ പ്രവേശിപ്പിച്ച് ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കി പ്രതിബിംബത്തിൽ നോക്കി കളിക്കുന്നത് പോലെ മായയിൽ ഗോപികളുടെ വിശേഷം കണ്ട് അതിനോടൊപ്പമാണ് കളിച്ചത്. ഭഗവാൻ ആ ക്രീഡയിൽ മനസ്സുകൊണ്ട് ഭഗവാൻ ഗോപികമാരോട് അടുത്തില്ല. ഭഗവാൻ മനസ്സുകൊണ്ട് ഭഗവാന്റെ ആത്മാവിൽ തന്നെ ആത്മാരാമനായിട്ട് തന്നെ ഭവിച്ചു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്.
ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.